ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ഹോം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കൃഷിയെക്കുറിച്ചാണ്. കൃഷിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന രീതിയോ അങ്ങനെയൊന്നുമല്ല. ഞാൻ കുറച്ച് പച്ചക്കറി കഴിഞ്ഞ പ്രാവശ്യം നട്ടത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ തക്കാളി തോട്ടത്തിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ തക്കാളിയെല്ലാം നല്ല ഉഷാറായി വളർന്നു വന്നു. അപ്പോൾ അതിനെ ഒരു 2-3 തവണ വിളവെടുത്ത് കഴിഞ്ഞു. എങ്കിലും ഇപ്പം നന്നായിട്ട് കായ്ച്ച് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് എല്ലാവർക്കും അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു രാസവളവും ചേർക്കാതെയാണ് ഞാൻ എൻ്റെ ഈ പച്ചക്കറി നട്ട് വളർത്തിയിട്ടുള്ളത്. അപ്പം തക്കാളിക്കെല്ലാം ചാണകം പുളിപ്പിച്ചൊഴിച്ച് സ്ലറികളാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, വളത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നൊരു വളം എന്ന് പറയുന്നത് ചാണകം, വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത് 7 ദിവസം പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം അതിൻ്റെ സ്ലറി കുറേശ്ശെ ബക്കറ്റിൽ വെള്ളത്തിൽ കലർത്തിയിട്ടാണ് ഞാൻ ഇതിന് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെയ്യുന്നൊരു വളം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി വേസ്റ്റുകൾ, അതായത് നമ്മൾ ഭക്ഷിച്ച് വേവിച്ചുപയോഗിച്ച സാധനങ്ങളല്ല, അല്ലാതെ നമ്മൾ പച്ചക്കറി, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ തൊലി, അങ്ങനെ വേസ്റ്റ് വരുന്ന സാധനങ്ങൾ ഞാനൊരു ബക്കറ്റിൽ സൂക്ഷിക്കും. ആ ബക്കറ്റിൽ ആദ്യം നമ്മൾ കുറച്ച് വേസ്റ്റ് ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണിടും, വീണ്ടും അങ്ങനെ കുറച്ച് വേസ്റ്റ് ഇടുക, അതിന് ശേഷം മണ്ണിട്ട്, അങ്ങനെ കുറച്ച് അതിൻ്റെ അടിയിൽ ഒരു ബക്കറ്റ്, പൊട്ടിയ ബക്കറ്റിലാണ് ഞാൻ ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നും ആ പൊട്ടിയ ഭാഗത്തു കൂടി അതിൻ്റെ നീരുകൾ ഊറി വന്നിട്ട് ആ നീര് ഞാൻ ശേഖരിച്ച് വെക്കാറുണ്ട്. ആ നീര് ഞാൻ 1 കപ്പ് വെള്ളം അതിൻ്റെ എടുത്തിട്ട് ഒരു 10 ലിറ്റർ വെള്ളത്തിലൊക്കെ കലർത്തിയിട്ടാണ് ഞാൻ ഇതിനൊഴിച്ചു കൊടുക്കാറ്. അപ്പോൾ 2 വളങ്ങൾ മാറി മാറിയാണ് ഞാൻ ചെയ്തു കൊടുക്കൽ. അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കീടങ്ങളൊന്നും ഇല്ലാതെ സാധാരണ രീതിയിൽ ചെറിയ ചെറിയ കീടങ്ങളും മുരടിപ്പുകളും ഒക്കെ വന്നെങ്കിലും എനിക്ക് എൻ്റെ തക്കാളി തൈകൾ ഒരു തൈ പോലും എനിക്ക് വാടിപ്പോയിട്ട് വന്നിട്ടില്ല. ഞാൻ നട്ടതിൽ ഒന്നുപോലും എനിക്ക് വാടിപ്പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ സാധാരണ നമ്മൾ തക്കാളിയൊക്കെ നട്ട് കഴിയുമ്പം അതിൽ ഒരു നല്ല കായ്വലമൊക്കെ വരാൻ തുടങ്ങി കഴിയുമ്പോൾ തക്കാളിയെല്ലാം പെട്ടെന്ന് ഇങ്ങനെ മൊത്തത്തിൽ വാടിപ്പോകുന്നൊരു രോഗം വരാറുണ്ട്. അങ്ങനെ ഒരു അസുഖവും ഇത്രയും തക്കാളി നട്ടതിൽ എനിക്ക് ഒരു തൈ പോലും അങ്ങനെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം തോന്നിയത് കണ്ടപ്പം. അപ്പം നിറച്ചും കായ്ച്ചു നിൽക്കുന്ന എൻ്റെ തക്കാളി തോട്ടത്തിലേക്ക് നമുക്ക് പോയാലോ? അപ്പോൾ ഇതാണ് എൻ്റെ തക്കാളി തോട്ടം. ഇവിടെ എല്ലാം നിറച്ച് കായ്ച്ചു നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് തന്നെ ഒരു ഭയങ്കര സംതൃപ്തിയാണ്. കാരണം നമ്മൾ വിഷരഹിതമായ പച്ചക്കറി നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നതും കൂടി കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അത് കായ്ക്കുമ്പം അത് ഒരുവിധം പഴുക്കാറാകുമ്പോൾ തന്നെ ഞാൻ പറിച്ചു വെക്കുന്നുണ്ട്. കാരണം നന്നായിട്ട് പഴുത്ത് പോയി കഴിയുമ്പം നമുക്ക് ആ സാധനം പെട്ടെന്ന് വേസ്റ്റായി പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് പഴുക്കുന്നതിന് മുമ്പ് തന്നെ പറിച്ച് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കലാണ്. ഈ 2 രീതിയിലാണ് ഞാൻ തക്കാളി തൈ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 രീതിയിലാണ് ഞാൻ തക്കാളി തൈ നട്ടിട്ടുണ്ടായിരുന്നത്. അതിലൊന്ന് ഞാൻ തൈയായിട്ട് വാങ്ങിയതും പിന്നീട് ഞാൻ വിത്ത് ഓൺലൈനിൽ വാങ്ങുകയും കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ 2 രീതിയിൽ വാങ്ങിയ തൈകളും എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, ഓൺലൈനിലെല്ലാം വാങ്ങുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് സക്സസ് ആവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തൈ പോലും നഷ്ടപ്പെടാതെ എനിക്ക് എല്ലാം നല്ല രീതിയിൽ കായ്ച്ചു കിട്ടി. ഇതിൽ നിന്നെല്ലാം ഞാൻ കുറേ പറിച്ചു. നല്ല വലിപ്പമുള്ള തക്കാളികളാണ് എല്ലാം തന്നെ. ഇത് ആദ്യം നട്ട തൈകൾ മേടിച്ച് നട്ട തക്കാളികളാണ്. ഇത് ഞാൻ വിത്ത് പാകിയെടുത്ത തക്കാളി തൈകളായിരുന്നു. ഇതിൽ നിന്ന് പറിക്കാൻ തുടങ്ങിയിട്ടില്ല, ഇതായി വരുന്നതേ ഉള്ളൂ. എന്നാലും എല്ലാം നന്നായിട്ട് കായ്ച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇതുണ്ട്, ഇതിലൊക്കെ എത്ര കായ്കളാന്ന് നോക്കി. അതുപോലെ പുതിയ പുതിയ കായ്കളുടെ വിത്തുകളായി വരുന്നതും ഉണ്ട്. കണ്ടോ, ചെറിയ ചെറിയ പൂക്കളായി വരുന്നതും ഉണ്ട്. എല്ലാവർക്കും ഒരു വിഷമമാണ് തക്കാളി നമ്മൾ നട്ട് കഴിയുമ്പോൾ കായ്ക്കാൻ തുടങ്ങിയതിന് ശേഷം തക്കാളി വാടിപ്പോകുന്നത്. അപ്പം അങ്ങനെയൊന്നും എനിക്കൊന്ന് ഒന്നാമത് ടെറസിൻ്റെ മുകളിൽ ചെയ്തത് കൊണ്ട് തന്നെ കീടങ്ങളെ ശല്യം കുറച്ച് കുറവായിരുന്നു. മെയിനായിട്ടുള്ളൊരു കാര്യം അതാണ്. പിന്നെ നമ്മളത് നന്നായിട്ട് പരിപാലിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആയിട്ട്
നട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇതിലെല്ലാം എത്ര കായ്കൾ നോക്കി. രണ്ടു നേരം വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് ഞാൻ. ഇതിലെല്ലാം നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ ടെറസിൽ നട്ടതുകൊണ്ട് നമുക്ക് ഇതിനൊരു തൂണ് കുത്തി കൊടുക്കാൻ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം കുറവായിരുന്നു എനിക്ക്. അപ്പം ഞാനിത് പിന്നെ ചെറിയ രീതിയിൽ തുണി കെട്ടിയിട്ട് മുകളിൽ പാവലിന് പന്തലിട്ടിട്ടുണ്ടായിരുന്നു. ആ പന്തലിലേക്ക് വലിച്ചു കെട്ടി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും എൻ്റെ തക്കാളിത്തോട്ടം കണ്ടല്ലോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താറുണ്ട്. കേക്കിൻ്റെ ഉൾപ്പെടുത്താറുണ്ട്, അതുപോലെ കോമഡി ഉൾപ്പെടുത്താറുണ്ട്, അതുപോലെ തന്നെ കൃഷിയുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളൊരു ചാനലാണ് എൻ്റെത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതലായും മുൻപോട്ട് പോകാനുള്ള ഒരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.